ഭാഗത്ത് ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും അവർക്ക് പിന്തുണയുമായി ചൈനയും റഷ്യയും, മറുഭാഗത്താണെങ്കിൽ ഇസ്രായേലും സർവ്വവിധ യുദ്ധസന്നാഹങ്ങളുമായി അമേരിക്കയും. ദോഹയിലാണ് സമാധാന ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചയിലാണെങ്കിൽ ഹമാസ് പങ്കെടുക്കുന്നുമില്ല. വളരെ ആശങ്കാഭരിതമായ ആകാംക്ഷാഭരിതമായ അന്തരീക്ഷം. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 40,000 കടന്നിരിക്കുകയാണ്. അതിൽ 16,000-ലധികം കുട്ടികളാണ്. 92,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫേൽ എന്നത് സോഷ്യൽ മീഡിയയിൽ ഗസ കൂട്ടക്കൊലയ്ക്കെതിരെ നടന്ന ഒരു വലിയ ക്യാമ്പയിൻ ആയിരുന്നു അല്ലെ. അതുപോലെ ഓൾ ഐസ് ഓൺ ദോഹ എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലോകം ദോഹയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ദോഹയിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ അമേരിക്കയുണ്ട്, ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്, പല പല രാജ്യങ്ങളുണ്ട്, ഇസ്രായേലിന്റെ പ്രതിനിധികളുണ്ട്. പക്ഷെ ഹമാസ് മാത്രം നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ പലസ്തീൻ ജനത താൽക്കാലികമായി രക്ഷപ്പെടും, വെടിനിർത്തലുണ്ടാകും, ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും. ചർച്ച പരാജയപ്പെട്ടാൽ മധ്യപൂർവേഷ്യയിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇറാനും ഇസ്രായേലും നേർക്കുനേർ പോർവിളി മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇറാൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേ പറ്റൂ എന്നാണ്. അത് ഇസ്രായേൽ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ലോകം എന്ന് വെച്ചാൽ എവിടെ യുദ്ധം ഉണ്ടായാലും അതിൽ സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരുക, പരമാവധി ആയുധങ്ങൾ വിൽക്കുക. ആ അമേരിക്കയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി സമാധാന ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് എന്നതാണ്. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധം വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ യുദ്ധത്തിൽ അമേരിക്ക നിൽക്കുന്ന പക്ഷത്തിന് ജയിക്കാൻ പറ്റുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പില്ല എന്നാണ്. ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും ചേർന്നാൽ ഇസ്രായേലിന് ചുട്ടിരിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അതുകൂടാതെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ സ്വന്തം കാര്യം നോക്കിയേ പറ്റൂ ബൈഡന്. തെരഞ്ഞെടുപ്പിൽ ഗസയിൽ ഇനിയും വെടിനിർത്തൽ നടപ്പിലാക്കാൻ പറ്റാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനിയും ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ ബൈഡനും കമലയ്ക്കും നല്ല ഭയമുണ്ട്. ഇറാനിലേക്ക് കയറി ചെന്ന് ഹമാസിന്റെ നേതാവിനെ കൊല്ലുമ്പോൾ ഇതൊന്നും ഇസ്രായേൽ ഓർത്തിട്ടില്ല. ഇപ്പൊ ജീവനും കയ്യിൽ പിടിച്ച് നെതന്യാഹു നെട്ടോട്ടമോടുകയാണ്. പിന്നാലെ അമേരിക്കയുമുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആണെങ്കിൽ എപ്പോഴും യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ്. പാവപ്പെട്ട പലസ്തീനികളെ കൊന്നൊടുക്കുന്നത് പോലെ എളുപ്പമാവില്ല ഇറാനോട് യുദ്ധം ചെയ്തതെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം, ഇസ്രായേലിനും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനം മതിയേ എന്നൊരു മുറവിളി വരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേറൊരു സംഗതി എന്താന്ന് വെച്ചാൽ ഈ നെതന്യാഹു ശരിക്കും ട്രംപിന്റെ കൂട്ടുകാരനാണ്, ബൈഡന്റെ അല്ല. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുന്നതാണ് നെതന്യാഹുവിന് താല്പര്യം. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് സമാധാനം പുനഃസ്ഥാപിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചാല് അത് ബൈഡന്റെ കണക്കിൽ വന്ന് ബൈഡന് തെരഞ്ഞെടുപ്പിൽ ഗുണം കിട്ടി ഇയാളെന്നെ വീണ്ടും ജയിക്കൂ എന്നുള്ള ഒരു ആശങ്ക നെതന്യാഹുവിനുണ്ട്. അത് പുള്ളിക്ക് താല്പര്യവുമില്ല. എന്നാൽ ഇറാന് നല്ല പേടിയുമുണ്ട്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് ആണെങ്കിൽ ഡിപ്ലോമസിയുടെ ആളാണ്. നേരിട്ട് വെട്ട് കുത്ത് ചോര തെറിപ്പിക്കൽ ഈ പരിപാടിയൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. പകരം ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി കളിക്കാനാണ് പുള്ളിക്ക് താല്പര്യം. സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഭയക്കുന്നത് ഇറാനെ ഒന്നുമല്ല, ഹിസ്ബുള്ളയെയാണ്. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണ കിട്ടിയാൽ, ലെബനനിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് തടയാൻ നല്ല പ്രയാസമാണെന്ന് ഇസ്രായേലിന് അറിയാം. അതുകൂടാതെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം, അത്യന്താധുനിക മിസൈലുകൾ, ഇതൊക്കെ ഇസ്രായേലിന് സമീപം വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ഏതു നിമിഷവും യാതൊരു മുന്നൊരുക്കവും കൂടാതെ, മുന്നറിയിപ്പില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള സജ്ജമാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുനമ്പിൽ എത്തിയതിന്റെ കാരണം ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതും, അതുകൂടാതെ ലെബനൻ ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ നേതാവായ ഫുവദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതുമാണ്. ഇറാന് പ്രതികാരം ചെയ്തേ പറ്റൂ. എന്നാൽ ഇറാനിൽ ഒരു അധികാര കൈമാറ്റം ഇപ്പൊ നടന്നല്ലോ, പുതിയ പ്രസിഡന്റ് വന്നല്ലോ. അപ്പൊ ഈ തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദിനും സൈന്യത്തിനും രണ്ട് അഭിപ്രായമാണുള്ളത്. ഏത് രീതിയിൽ തിരിച്ചടിക്കണം, ഏത് രീതിയിലാണ് യുദ്ധം നടക്കേണ്ടതെന്നൊക്കെ കാര്യത്തിൽ ഇവർ തമ്മിൽ വലിയ ഭിന്നതയാണ്. അതിനാലാണ് യുദ്ധം ഇത്രയും നീണ്ടുപോയതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് അവസരമൊരുങ്ങിയതും. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്താമെന്ന് തന്നെയാണ് ഇറാൻ സൈന്യത്തിന്റെ നിലപാട്.
നിലപാട്. എന്നാൽ ഇസ്രായേലിന് പുറത്തുള്ള അസർബൈജാനിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും ഒക്കെ മൊസാദ് താവളങ്ങൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്താമെന്നാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശമത്രേ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലാണ് ഭിന്നത നിലനിൽക്കുന്നത്. എന്നാൽ പ്രസിഡന്റും സൈന്യവും തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കൃത്യമായ നിലപാടുമായി ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി എത്തി. അദ്ദേഹം പറയുന്നത് ഇസ്രായേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, അങ്ങനെയൊന്നും പാടില്ല. അത്തരത്തിൽ രാഷ്ട്രീയ തലത്തിലോ സൈനിക തലത്തിലോ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരുന്നത് ദൈവകോപം വരുത്തിവെക്കും. അതുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോയാൽ പറ്റില്ല എന്ന് അദ്ദേഹം നിലപാട് പറഞ്ഞു. അതോടെ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധമാണോ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുള്ള ചർച്ചകൾ വലിയ സജീവമായിരിക്കുകയാണ്. ഇതിനകം തന്നെ അമേരിക്ക യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിന്യാസം വളരെ വേഗത്തിലാക്കി. ആയുധങ്ങൾ പരമാവധി ഇസ്രായേലിന് വിറ്റു. $2000 കോടി ആയുധങ്ങൾ പുതുതായി വിറ്റു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറെ വെറുതെയും കൊടുത്തിട്ടുണ്ട്. പട്ടാളക്കാരെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടുണ്ട്. ആയുധ കച്ചവടമാണല്ലോ അമേരിക്കയ്ക്ക് പ്രധാനം. ഹിസ്ബുള്ളയും അവർക്ക് സാധിക്കുന്നത്ര പടക്കോപ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മിസൈലുകൾ മുഴുവൻ റെഡിയാക്കി വെച്ചിട്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. ജൂലൈ 31 ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം പുതിയ തലവനായി യഹ്യ സിൻവർ ആണ് അധികാരമേറ്റത്. എന്നാൽ യഹ്യ സിൻവർ എവിടെയാണെന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യാതൊരു ധാരണയുമില്ല. സുരക്ഷിതമായ ഏതോ തുരങ്കത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ ഓപ്പറേഷനും. 2023 ഒക്ടോബർ 7 യഹിയയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടന്നതും ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും. അതിനുശേഷം ഇയാളെ കണ്ടിട്ടേയില്ല ഇസ്രായേല്. അത് വളരെയധികം ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അന്ന് മുതൽ യഹിയ പൊതു ഇടത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഈ കൊല്ലപ്പെട്ട ഹനിയയും യഹിയയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ഹമാസിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരുമായി ഹനിയയ്ക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് വേണ്ടി ഇറാനിൽ അവിടെ പോയി അവിടെ നിന്ന് ഇസ്രായേല് ഹനിയയെ വധിക്കാനൊക്കെ ഇടയായത്. എന്നാൽ യഹ്യ സിൻവർ ഹിസ്ബുള്ളയെയും ഹൂതികളെയും മാത്രമാണ് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റെവിടെയും പുറത്തു പോകുന്നില്ല. ഇവരുമായി മാത്രമേ എന്തെങ്കിലും ഇടപാടുള്ളൂ. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിന് ഇതുവരെ യഹ്യ സിൻവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനേ കഴിഞ്ഞിട്ടില്ല. 2024 ഓഗസ്റ്റ് 15 ദോഹയിൽ ആദ്യഘട്ട സമാധാന ചർച്ചകൾ നടന്നു. അതിൽ ഹമാസ് പങ്കെടുത്തില്ല. എന്നാൽ ആദ്യ ദിവസത്തിന് ശേഷം ഹമാസിന്റെ വക്താവ് ഒസാമ ഹംദാൻ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞത് ഇസ്രായേൽ പാലസ്തീനിൽ അധിനിവേശം നടത്തിയെന്ന് ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കൂ. അല്ലാതെ ഇങ്ങനെ ഈ പാലസ്തീൻ ജനതയെ കൊല്ലാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സമയം അനുവദിക്കുന്ന തരം ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഹംദാൻ പറയുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് അവസാനത്തോടെ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയാണ് നടപ്പാക്കാൻ വേണ്ടി ഹമാസ് ആവശ്യപ്പെടുന്നത്. ആ സമാധാന ഉടമ്പടിയിൽ 2-3 പോയിന്റുകളുണ്ട്. 1, യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം. 2, ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം. വടക്കൻ ഗസയിലെ പലസ്തീനികൾക്ക് തിരികെ പോകാൻ അവസരം ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുള്ള ഉടമ്പടി നടപ്പാക്കണമെന്നാണ് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ സത്യത്തിൽ നെതന്യാഹു തയ്യാറൊന്നുമല്ല. കാരണം ബന്ദികളെ മാത്രം എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് കിട്ടണമെന്നേ നെതന്യാഹുവിനുള്ളൂ. അതിനായി താൽക്കാലികമായ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാനാണ് ശ്രമിക്കുന്നത്. കാരണം ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ നല്ല പ്രശ്നവും സമ്മർദ്ദവും പ്രഷറും നെതന്യാഹുവിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഓൾ ഐസ് ഓൺ ദോഹ എന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാ കണ്ണുകളും ദോഹയിലേക്കാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ മുടങ്ങാതെ പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നത് ദോഹയാണ്. ഓരോ കുടുംബത്തിനുമുള്ള ആഹാരം, വസ്ത്രം, മരുന്നൊക്കെ ദോഹ ഗസയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലും പലസ്തീനികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ സമാധാന ഉടമ്പടി ഉണ്ടായാൽ ഗസയിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെയെങ്കിലും ജീവൻ ബാക്കി കിട്ടിയേനെ അല്ലേ. പലസ്തീൻകാർക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഇസ്രായേലിയർക്ക് സമാധാനം കിട്ടണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ദോഹയിൽ നടക്കുന്ന ചർച്ച വലിയ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ യുദ്ധം എന്നത് തീരുമാനമാകും. എന്തായാലും നമുക്ക് ദോഹയിൽ നിന്ന് വരുന്ന നല്ല വാർത്തകൾക്കായിട്ട് കാതോർക്കാം.